നീയാണ് കണ്ണടച്ചാൽ നീയാണ് അനുമോളെ അനുമോളെ ഒരേ നല്ല കൈ പ്ലീസ്. ബിഗ് ബോസ് വിന്നർ അനുമോൾ. കൂടെ അനുമോളെ കൂടെ ഞാനൊന്ന് നമ്മുടെ നസീർ ഖാനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ താങ്ങും തണലുമായി നമുക്ക് കൂടെ നിൽക്കുന്ന ഒരാളാണ് നസീർ ഖാൻ. നസീർ ഖാൻ എന്റെ ചങ്ക് ബ്രോ. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പോസ്റ്റുകൾ നസീർ ഖാന്റെ കാണാറുണ്ട്. ഹീസ് എ ഗ്രേറ്റ് ഷോ കോർഡിനേറ്റർ ഓൾസോ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്ത പോലെ തന്നെ ഒരു മെഗാ ഇവന്റ് നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മെയിൻ പില്ലേഴ്സ് ആയിട്ട് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ടാവില്ലേ ബൻസാർക്ക? യെസ്, ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ചോദിക്കാതെ തന്നെ ലോഗോ ഇടാറുണ്ട് ഞാൻ എന്നും. താങ്ക് യു സോ മച്ച് ഷാജഹാനിക്ക. Next, I would like to invite Mr. Ashraf and Shahjahan from Phone Hub. Yes, Phone Hubന്റെ Mr. Ashraf and Mr. Shahjahan രണ്ടുപേരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. And last of all, Ms. Ansia from Sky Challenge. Yes. Yes. അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ സ്റ്റാർ മാജിക് കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോംബോ. അപ്പൊ കണ്ടിട്ടുള്ളതല്ലേ? അപ്പൊ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ്. പിന്നെ നമ്മുടെ അനീഷേട്ടൻ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ എന്ന്. പക്ഷെ ഈ ചേട്ടൻ എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് നന്നായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്ന്. അനീഷേട്ടനാണ് എന്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷേട്ടനടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അനീഷത്ത് പറഞ്ഞത് എന്റെ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ. ചേട്ടാ മുങ്ങിയോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മുങ്ങി പോവുകയാണ്. കേൾക്കണ്ടേ? അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ, എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിൽ ആവാൻ 2.5 വർഷം വേണ്ടി വരും. അതിന് മുന്നേ പുള്ളി എണീറ്റ് പോയി. അതെന്റെ തെറ്റാണോ? തെറ്റാണോ? അത് തേപ്പാണോ? അത്രേ ഉള്ളൂ. പുറലോകവുമായി ഒരു ബന്ധവുമില്ല, വാച്ചില്ല, ഫോണില്ല. നമുക്ക് നമ്മുടെ ഒരു വീട് തന്നിരിക്കും, ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് തന്നിരിക്കും. അതിൽ 25 പേരെ കൊണ്ടിട്ടിരിക്കും. നമുക്ക് അതിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. ആരാണ് കൊണ്ടുവയ്ക്കുന്നത് പോലും നമ്മൾ കാണാറില്ല. നമുക്കൊരു വിഷമം വന്നാൽ പോലും ഷെയർ ചെയ്യാൻ ആരില്ല. പിന്നെ എന്താ പറയുക, ഒരു അസുഖം വന്നാൽ പോലും ഡോക്ടർക്ക് പോകാൻ പറ്റും. ആ ഡോക്ടറെ ഫേസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ പുറലോകവുമായി ഒരു ബന്ധമില്ലാത്തതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പുറമെ നിങ്ങൾക്ക് ഫോണിലൂടെയും അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷെ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാവൂ.
വാണിജ്യം കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോംബോ. അപ്പൊ കണ്ടുള്ളതല്ലേ? അപ്പൊ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ്. പിന്നെ നമ്മുടെ അനീഷേട്ടൻ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ എന്ന്. പക്ഷെ ഈ ചേട്ടൻ, എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അനീഷേട്ടനാണ് എന്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷേട്ടനടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അനീഷത്ത് പറഞ്ഞത് എന്റെ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ. ചേട്ടാ മുങ്ങിയോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മുങ്ങി പോവുകയാണ്. കേൾക്കണ്ടേ? അപ്പോ ഞാൻ പറഞ്ഞത് വെച്ചാൽ 2 വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ, എനിക്ക് സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിൽ ആവാൻ 2.5 വർഷം വേണ്ടി വരും. അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി. അതിന്റെ തെറ്റാണോ? തെറ്റാണോ? അത് തേപ്പാണോ? അത്രേ ഉള്ളൂ. പുറലോകവുമായി ഒരു ബന്ധവുമില്ല, വാച്ചില്ല, ഫോണില്ല. നമുക്ക് നമ്മുടെ ഒരു വീട് തന്നിരിക്കും, ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് തന്നിരിക്കും. അതിൽ 25 പേരെ കൊണ്ടിട്ടിരിക്കും. നമുക്ക് അതിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവയ്ക്കുന്നു. ആരാണ് കൊണ്ടുവയ്ക്കുന്നത് പോലും നമ്മൾ കാണാറില്ല. നമുക്കൊരു വിഷമം വന്നാൽ പോലും ഷെയർ ചെയ്യാൻ ആരില്ല. പിന്നെ എന്താ പറയുക, ഒരു അസുഖം വന്നാൽ പോലും ഡോക്ടർക്ക് പോകാൻ പറ്റും. ആ ഡോക്ടറുടെ ഫേസ് പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ പുറലോകവുമായി ഒരു ബന്ധമില്ലാത്തതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പുറമെ നിങ്ങൾക്ക് ഫോണിലൂടെയും അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷെ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാവൂ.